പ്രിയമുള്ളവരെ, UDFനെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും വകയുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. അതിലൊന്നാമത്തേത്, സപ്ലൈകോ മുഖേന വിതരണം ചെയ്തിരുന്ന അരിയുടെ വില വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഇതുവരെ കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ 20 കിലോ അരി വീതം സപ്ലൈകോയിലൂടെ വിതരണം ചെയ്തിരുന്നു. മേലാൽ ഈ 25 രൂപ എന്നതിന് പകരം കിലോ ഒന്നിന് 27 രൂപ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ 2026 അധ്യാപക പരിശീലന പരിപാടി അത് സർക്കാർ ഉപേക്ഷിച്ചു. കാരണം ഫണ്ടിന്റെ അപര്യാപ്തതയാണ് എന്ന് പറയപ്പെടുന്നു. മതിയായ ഫണ്ടില്ലാത്തത് കൊണ്ട് ഈ പ്രാവശ്യം അധ്യാപകർക്ക് പരിശീലനം കൊടുക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്നാണ് നിയുക്ത ഗവൺമെന്റ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഇനി അധ്യാപകർക്ക് എന്തിനാണ് പ്രത്യേകിച്ചൊരു പരിശീലനം? അതിന്റെ ആവശ്യമില്ല. TTCയും BEdും ഒക്കെ കഴിഞ്ഞാണ് അവർ വരുന്നത്. അതുകൊണ്ട് വെറുതെ അതിനില്ലാത്ത കാശ് മുടക്കി ഒരു പരിശീലനം കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് നിയുക്ത ഗവൺമെന്റ് പറയുന്നത്. അതുകൊണ്ട് ആ പദ്ധതി ഇനി മേലിൽ ഉണ്ടായിരിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ നിലവിൽ തെറ്റാതെ നടന്നുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഒരുപക്ഷെ ഈ മാസം മുടങ്ങാൻ സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രി ആരാകണം എന്നതിനെക്കുള്ള ചർച്ച തന്നെ എവിടെയും എത്തിയിട്ടില്ല. അതിനിടയിൽ ഈ ക്ഷേമ പെൻഷൻ എന്നൊന്നും പറഞ്ഞ ഗവൺമെന്റിനെ, അല്ലെങ്കിൽ നിയുക്ത ഗവൺമെന്റിനെ, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരെ ശല്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ ബഹളങ്ങളെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം ക്ഷേമ പെൻഷൻ, മറ്റ് സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ എല്ലാം ഈ ഗവൺമെന്റിനോട് ചോദിച്ചാൽ മതി എന്നാണ് നിയുക്ത ഗവൺമെന്റിന്റെ നിലപാട്, തീരുമാനം. അപ്പോൾ ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ബഹളത്തിനിടയിൽ ഈ ക്ഷേമ പെൻഷൻ മുടങ്ങി കഴിഞ്ഞാൽ ആരും തന്നെ ഗവൺമെന്റിനെ ദയവ് ചെയ്ത് കുറ്റം പറഞ്ഞേക്കരുത്. ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണ്. ഗവൺമെന്റ് അധികാരമേറ്റിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യ മാസങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. തുടർന്നുള്ള മാസങ്ങളിൽ ആ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് പരിചിതമാകും. മാത്രമല്ല അതിനോട് പൊതുജനം അങ്ങ് പൊരുത്തപ്പെട്ട് പോവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ പെൻഷൻ മുടങ്ങുക, മറ്റ് ആനുകൂല്യങ്ങൾ മുടങ്ങുക എന്നുള്ളതൊക്കെ വരും കാലത്ത് ജനങ്ങൾക്ക് ശീലമായിക്കൊള്ളും എന്ന് അർത്ഥം. അതേ സമയത്ത് തന്നെ പലവിധ പരാതികൾ വേറെയും വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ KSRTCയുടെ കാര്യം നോക്കാം. KSRTCയെ ഒരുവിധം കട്ടപ്പുറത്ത് നിന്ന് റോട്ടിലേക്ക് ഇറക്കിയത് കഴിഞ്ഞ ഗവൺമെന്റ് ആയിരുന്നു. എത്രയോ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ആ ഡിപ്പാർട്ട്മെന്റിനെ ലാഭത്തിലേക്ക് കൊണ്ടുവന്നതും കഴിഞ്ഞ ഗവൺമെന്റാണ്. ഈ കഴിഞ്ഞ മാസം വരെ കൃത്യമായിട്ട് ജീവനക്കാർക്കെല്ലാം ശമ്പളം ലഭിച്ചിരുന്നു. ഒപ്പം പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് കൃത്യമായിട്ട് പെൻഷനും കൊടുത്തു തീർത്തിട്ടുണ്ടായിരുന്നു. എവിടെയും ഒരു പെൻഡിങ്ങും കിടപ്പില്ല. നിലവിൽ 8-ാം തീയതി വരെ KSRTC ജീവനക്കാർക്ക് ശമ്പളം കയറിയിട്ടില്ല എന്നൊരു വാർത്ത വരുന്നുണ്ട്. പെൻഷൻ മുടങ്ങി കിടക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. സാരമില്ല, എല്ലാം ശരിയായിക്കോളും. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. തുടക്കത്തിൽ ഇതെല്ലാം കിട്ടാതാകുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമാണ്. ക്രമേണ എല്ലാവർക്കും ഇത് ശീലമാകും. ഈ സിസ്റ്റത്തിനോട് എല്ലാവരും പൊരുത്തപ്പെടുകയും ചെയ്യും. ഈ പറയപ്പെട്ട വിലക്കുറവ്, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ, മറ്റ് പെൻഷനുകൾ, ഇതൊക്കെ പൊതുജനങ്ങളുടെ അവകാശമാകുന്നത് LDF സർക്കാർ ഭരിക്കുമ്പോൾ മാത്രമാണ്. മന്ത്രിസഭ മാറിയാൽ UDF ഭരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ജനങ്ങളുടെ അഥവാ പൊതുജനങ്ങളുടെ അവകാശമല്ല, മറിച്ച് ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഒരു ഔദാര്യം മാത്രമായിട്ട് മാറുകയാണ്. ഔദാര്യമാവുമ്പോൾ അത് കിട്ടിയാൽ കിട്ടി, തന്നാൽ തന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ 1-2 മാസത്തേക്ക് ജനങ്ങൾക്ക് ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ ഇതിനോട് നമ്മുടെ പൊതുജനങ്ങൾ താതാത്മ്യം പ്രാപിച്ചു കൊള്ളും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്.